അനിമേഷൻ ചലച്ചിത്ര നിർമ്മാണം പല ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തിയാകുന്നത്. നിർമ്മാണ പൂർവ്വഘട്ടം കഴിഞ്ഞാൽ നിരവധി സാങ്കേതിക കടമ്പകൾ കടന്നാണ് ചിത്രം പൂർത്തിയാകുന്നത്. ഇതിനാണോ നിങ്ങൾ എന്നെ ഭൂമിയിലേക്ക് അയച്ചത്? എനിക്കൊന്നും വിരൽ ഞൊടിക്കാൻ പോലും തകയില്ല. കൈ കുറച്ച് വലിച്ചെടുക്കും, നല്ല ടൈറ്റായിട്ട് പിടിക്കും, കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്ത് നോക്കി നിൽക്കുക ആകാശത്തേക്ക്. ഇതിനാണോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമായിട്ടുള്ള ജോലിയാണ്. ഞാനത് വളരെ നിസ്സാരമായിട്ട് ഞാൻ തീർത്തരാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരട്ടെ. മാക്സിമം പവറായിട്ട് പിടിക്കുക. ഒരു ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വെയിറ്റ് കറക്റ്റായിട്ട് തോന്നട്ടെ. ഇതിനാണോ എന്നെ ഭൂമിയിലേക്ക് അയച്ചത്? ആ ഒരു ആറ്റിറ്റ്യൂഡ് വരട്ടെ ക്യാരക്ടറിൻ്റെ. ഓക്കെ, എക്സ്പ്രഷൻ കുറച്ചും കൂടെ ബ്രൈറ്റ് ആണ്. മീൻസ് നോക്കുന്നതിൽ ഇതിനാണോ എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. ഫുൾ ടൈം ആംഗ്രിയാണ്, ഡിഫോൾട്ടായിട്ട് ആംഗ്രി തന്നെയാണ് ക്യാരക്ടർ നിൽക്കുന്നത്. എന്നാൽ കൂടെ വൈഡ് ഓപ്പൺ ബ്ലിങ്ക് അതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യും. ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3D മോഡൽ വെറും ഡമ്മി മാത്രമാണ്. ശരിക്കും അതിൽ ആക്ടർ എന്ന് പറയുന്നത് ആനിമേറ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആനിമേറ്റർ എൻ്റെ അഭിപ്രായത്തിൽ ഒരു തികഞ്ഞ ഒരു ആക്ടർ ആയിരിക്കണം. കൃത്യമായ ആറ്റിറ്റ്യൂഡ് ഒരു ക്യാരക്ടറിന് നമ്മൾ ഫിക്സ് ചെയ്യുന്നതനുസരിച്ച് ആ ക്യാരക്ടറിന് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. എങ്ങനെ നടക്കണം, എങ്ങനെ നോക്കണം, ഒരു വെയിറ്റ് ഉണ്ടാവും ക്യാരക്ടറിന്, അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു നോർമൽ ഫീച്ചർ ഫിലിം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നടന്മാരുടെ ശമ്പളം ഒരു വലിയ ഘടകമാണ്. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പണച്ചെലവ്, എങ്ങനെ എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ചാൽ ആ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പോലെ തന്നെ സെയിം ഇവിടെയും ബാധകമാണ്. നല്ല അനിമേറ്റർക്ക് നല്ല ഇൻഡസ്ട്രിയിൽ നല്ല റേറ്റും ഉണ്ട്. നല്ല സൂപ്പർ സ്റ്റാർസ് കൊടുത്ത്. അതെ, സൂപ്പർ സ്റ്റാർ പദവിയാണ് ഇപ്പോൾ അവർക്ക് കിട്ടാനില്ല ഇപ്പോൾ ഒരു നല്ല അനിമേറ്ററിന്. സിനിമയിലും അനിമേഷൻ രംഗത്ത് ഉപയോഗിക്കുന്ന ടെർമിനോളജി കുറെ വ്യത്യാസങ്ങളുണ്ട് തോന്നുന്നു. ഞങ്ങൾ ക്ലോസപ്പ്, വൈഡ് ഷോട്ട്, ലോങ് ഷോട്ട്, ഷോട്ടുകൾ എന്നാണ് അതിന് പറയുന്നത്. പക്ഷെ അനിമേഷനിൽ അതിനെന്താ വ്യത്യാസം ഉണ്ടല്ലേ? ഓരോ ഷോട്ടുകൾക്ക് സീൻ എന്നാണ് ഇവിടെ പറയാ. നമ്മുടെ അനിമേഷനിൽ അങ്ങനെയാണ് പറയാ, സീൻ എന്നാണ് പറയുക. ഒരു ഷോട്ട് ഒരു സീനായിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സീനാണ്. ഈ 3D ആനിമേഷനിലെ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറിയോഗ്രാഫറും സ്റ്റണ്ട് മാസ്റ്റർ എല്ലാം ആനിമേറ്റർ തന്നെയാണ്. ഇപ്പോൾ നമ്മളത് ലൈവായിട്ട് ഷൂട്ട് ചെയ്ത്, ഇപ്പോൾ ഫൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ 2 ക്യാരക്ടറുകളിൽ നിന്ന് ലൈവായിട്ട് ആനിമേറ്റ് ചെയ്യും. മീൻസ് ഷൂട്ട് ചെയ്ത് അത് റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ക്യാരക്ടറിനെ ആനിമേറ്റ് ചെയ്യാണ് ചെയ്യുക. മോഡലിംഗ്, റിഗ്ഗിംഗ്, ടെക്സ്ചറിംഗ്, ആനിമാട്രിക്സ്, ലൈറ്റിംഗ്, സ്പെഷ്യൽ എഫക്ട്സ് തുടങ്ങി നിരവധി വിഭാഗങ്ങളുടെ അശ്രാന്ത പരിശ്രമമാണ് ഒരു 3D അനിമേഷൻ ചിത്രത്തെ പൂർണ്ണമാക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കീ ഫ്രെയിംസിൻ്റെ 2 ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. 2 കോൺസെപ്റ്റുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ടോർപിഡോ, രണ്ടാമത്തെ എമീബു. 2 കോൺസെപ്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ടോർപിഡോ എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ മെയിൻ ക്യാരക്ടറായ സഞ്ജു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ ഡിസൈനിങ്ങും അതിൻ്റെ കളർ കീസുമാണ് നമ്മളിപ്പോൾ നമ്മുടെ മാറ്റ് പെയിൻറ്ററും ക്യാരക്ടർ ഡിസൈനറുമായ മിസ്റ്റർ രാജീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് 2D ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അനിമേഷൻ്റെ മോഡലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഈ അനിമേഷൻ പ്രോസസ്സിൽ ആദ്യം 3D പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് മോഡലിംഗ്. ഒരു ക്യാരക്ടർ ഡിസൈനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രകാരം നമ്മൾ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓരോ ക്യാരക്ടറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ മോഡലിംഗ് എന്ന് പറയുന്നത്. അത് മോഡലിംഗ് തന്നെ 2 തരത്തിലോ 3 തരത്തിലോ നമുക്ക് വേണമെങ്കിൽ വിഭജിച്ച് നമുക്കതിനെ പറയാം. ക്യാരക്ടർ മോഡലിംഗ്, പ്രോപ്സ് മോഡലിംഗ്, BG മോഡലിംഗ് എന്നിങ്ങനെ 3 തരത്തിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാരക്ടർ മോഡലിംഗ് ആണ്. 2D ഡിസൈനർ ക്യാരക്ടർ ഡിസൈൻ ചെയ്തതിന് ശേഷം അത് പ്രകാരം ക്യാരക്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 3Dയിൽ മോഡൽ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് സ്കാർ കാങ്കോ എന്നാണ്. ഇത് ഈ കഥയിലെ മെയിൻ വില്ലൻ ക്യാരക്ടറാണ്. ഒരു പ്രോജക്റ്റിൻ്റെ സെക്കൻഡ് ഫേസാണ്, അതായത് പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് ഫേസാണ് മോഡലിംഗ്. ഇതാണ് നമ്മുടെ മോഡലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. മോഡലിങ്ങിൽ വന്നിട്ട് 2 ടൈപ്പ് ഓഫ് മോഡലിംഗ് ഉണ്ട്. ക്യാരക്ടർ മോഡലിംഗ്, പിന്നെ ലൊക്കേഷൻ മോഡലിംഗ്. ക്യാരക്ടർ മോഡലിങ്ങിൽ വന്നിട്ട് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ്, സബ് ക്യാരക്ടേഴ്സ്, ഇതെല്ലാം ആണ് ക്യാരക്ടർ മോഡലേഴ്സ് ചെയ്യുന്നത്. ലൊക്കേഷൻ മോഡലിംഗ് വന്നിട്ട് അതിൽ വരുന്ന ബിൽഡിങ്സ്, പിന്നെ പ്രോപ്പർട്ടീസ്, ട്രീസ്, അങ്ങനെ വരുന്ന എല്ലാ ലൊക്കേഷൻ മോഡലിങ്ങിൽ വരുന്നത്. നമുക്ക് ബേസിക്കലി 6 മോഡലേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇതൊരു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ലേ മോഡലിംഗ് ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം. പണ്ട് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇത് മായയിൽ ചെയ്യുന്നത്. പ്ലസ് പ്രൊവൈഡഡ് അതിൻ്റെ ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മായ എന്ന സോഫ്റ്റ്വെയറിൽ ചെയ്യാണ്. ഓൾമോസ്റ്റ് ക്ലേ മോഡലിംഗ് പോലെ തന്നെ. റിഗിങ്ങിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് മോഡലിംഗ്. പിന്നെ മോഡലിംഗ് തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു വളരെ സ്ട്രോങ് ആയി നിൽക്കേണ്ട ഒരു ഏരിയയാണ് മോഡലിംഗ്. നല്ല മോഡലിംഗ് ചെയ്താലേ നല്ല രീതിയിൽ റിഗ് ചെയ്യാൻ പറ്റുള്ളൂ, ടെക്സ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം അനിമേറ്റ് ചെയ്യണമെങ്കിലും നല്ല റിഗ് വേണം. അപ്പോൾ ബേസിക്കലി മോഡലിംഗ് നല്ല സ്ട്രോങ് ആയിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് റിഗ്ഗിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എങ്ങനെയാണ് റിഗ്ഗിംഗ് നടക്കുന്നതെന്നുള്ളത്, സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഡലിംഗ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സാണ് റിഗ്ഗിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാധാരണ നമ്മൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ബോൺ സെറ്റ് ചെയ്യുന്നത് പോലെ അതേ ഘടനയിൽ തന്നെയാണ് റിഗ്ഗിങ്ങിൽ നമ്മൾ ബോൺ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊരു നമ്മുടെ ക്യാരക്ടറായ സഞ്ജുവിൻ്റെ ബോണാണ് ഇത്. സാധാരണ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ സോഫ്റ്റ്വെയറിലും ബോൺ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടെക്സ്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ടെക്സ്ചറിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലെയിൻ സർഫേസ് ആയിരിക്കും. ഒരു കളറും ഒന്നും ഉണ്ടാവില്ല. മെയിൻ ക്യാരക്ടർ സഞ്ജുയുടെ മുഖത്ത് പെയിൻറ്റ് ചെയ്യുകയാണ്. പെയിൻറ്റിങ് ചെയ്യാനായിട്ടുള്ള യൂസ് ചെയ്ത സോഫ്റ്റ്വെയറാണ് സീബ്രഷിലാണ് പെയിൻറ്റ് ചെയ്തെടുത്തത്. ഇതെല്ലാം മൂക്കിനും എല്ലാ സ്ഥലത്തും എന്തെല്ലാം കുറച്ചൊരു റെഡിഷ് ഫീലിംഗ് വരേണ്ടിയിട്ട്, കുറച്ച് ക്യൂട്ട്നെസ് കൂട്ടേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതായിരുന്നു ഫസ്റ്റത്തെ നമ്മുടെ മോഡലിംഗ് നിന്ന് കിട്ടിയ മോഡൽ, സഞ്ജുയുടെ മോഡൽ. ഇതിൽ ടെക്സ്ചറിങ്ങേ ഇല്ല, കളറ് ഒന്നുമില്ല, ഒരു മെറ്റീരിയൽ കൂടെ യൂസ് ചെയ്തിട്ടില്ല, നോർമൽ മെറ്റീരിയലാണ്. അതിനുശേഷം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള സഞ്ജുവിൻ്റെ ഇമേജാണ്. ഇപ്പം നമുക്ക് കാണാം ഇതിൽ ഡ്രസ്സിങ്ങിനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അത്ര ഒരു സിൽക്കി ആയിരിക്കും. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് ഇത്. ചെറിയൊരു സ്പെക്കുലർ കാണാം, കുറച്ച് ഷൈനി ആയിരിക്കും. ഫേസിന് വേണ്ട ക്യൂട്ട്നെസ്സും കിട്ടിയിരിക്കുന്നത്. കണ്ണിന് കുറച്ചൊരു ഗ്ലോ ഉണ്ടാവാം. കണ്ണിന് നമ്മുടെ ചെറിയൊരു സ്പെക്കുലർ, നമുക്ക് കണ്ണിന് കുറച്ച് തിളക്കം കിട്ടേണ്ടിയിട്ട് കൊടുക്കുന്ന ഇതാണ്. കുറച്ച് ചെറിയ ടെക്സ്ചറിങ് ഇതാണ്, എഫക്ട്സ് ആണ് അത്. ഇപ്പോൾ ഹെയർ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹെയറാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 100ഓളം മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ ഓരോ സർഫേസ് മീൻസ് ഓരോ ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് ഡ്രസ്സിന് തനി മെറ്റീരിയൽ, ഇതെല്ലാം ഓരോ മെറ്റീരിയലാണ്. ഇപ്പോൾ മുഖത്തിന് വേണ്ടി ഒരു മെറ്റീരിയൽ തനിയുണ്ട്, ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള തനി, ഷൂ, ബെൽറ്റ്, എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നു. ഇത് മായയുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടുന്ന ഷെയ്ഡറാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊരു ക്യാരക്ടറാണിത്. അതിൽ ഇപ്പോൾ ഇവൾ സെയിം സീബ്രഷിൽ തന്നെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ നമുക്ക് ഈ ടോർപിഡോയിലുള്ള മെയിൻ വില്ലൻ ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഏലിയൻ ബിഹേവിയേഴ്സ്, ഏലിയൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതിൽ അവരുടെ സർഫേസ്, ബോഡി സർഫേസ്, സ്കിൻ സർഫേസ് ഇപ്പോൾ നമ്മുടെ സ്നേക്ക് അല്ലെങ്കിൽ ലിസാർഡ് അതിൻ്റെ സർഫേസ് മാതിരിയുള്ള
ചെറിയ തരത്തിലുള്ള ബംപ് എഫക്റ്റ് അതാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൈനോസറിൻ്റെ എല്ലാം ഒരു ഫീലിംഗ്, മീൻസ് അതിൻ്റെ സർഫേസ് ആയിട്ട് ഫീലിംഗ് കാണും. ഇതാണ് നമ്മുടെ ആനിമേഷൻ സെക്ഷൻ. ഇതെല്ലാം നമ്മുടെ ആനിമേറ്റേഴ്സാണ്, ആക്ടേഴ്സ് എന്ന് പറയാം. ഓരോരാൾ ഓരോ ക്യാരക്ടേഴ്സ് ഡീൽ ചെയ്യുന്നു. ചില സീൻസിൽ അവർ രണ്ട് ഇപ്പോൾ ഒരു വില്ലനാണെങ്കിലും ഒരു മെയിൻ ക്യാരക്ടർ ആണെങ്കിലും ഒരു സീനാണെങ്കിൽ അവർ ഇതായിട്ട് ആനിമേറ്റ് ചെയ്യും. ഓരോ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ടായിരിക്കും അവർ ലിപ്സിങ് കാര്യങ്ങളിലും ഡീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ടോർപിഡോ എന്ന് പറയുന്ന സൂപ്പർ ഹീറോ പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ടോർപിഡോയിലെ സഞ്ജുയുടെ ഒരു ഫൈറ്റിംഗ് സീക്വൻസ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ലൈറ്റിംഗ് നമുക്ക് കാണാം. നമ്മുടെ ഫിലിമിൽ ലൈവ് ആക്ഷൻ ഫിലിമിൽ സ്പോട്ട് ലൈറ്റ്, ഡയറക്ഷൻ ലൈറ്റിംഗ് ഇതെല്ലാം യൂസ് ചെയ്യുന്ന സെയിം പ്രോസസ്സ് ഇതിലും യൂസ് ചെയ്യുന്നു. ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സ്പോട്ട് ലൈറ്റ് കാണാം. സെലക്ട് ചെയ്ത് കാണിക്കും. ഇത് കണ്ടില്ലേ, ഇതാണ് സ്പോട്ട് ലൈറ്റ്. അതേമാതിരി ഡയറക്ഷൻ ലൈറ്റ് ഉണ്ട്, ഏരിയ ലൈറ്റ്, ഒരു ഫുൾ ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റ് ഉണ്ട്, പിന്നെ സൺ ലൈറ്റ് ഉണ്ട്. അങ്ങനെ പലതരം ആംബിയൻ ലൈറ്റ്, പല ലൈറ്റുകളും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതേമാതിരി നമ്മുടെ റിം ലൈറ്റ്, മെയിൻ കീ ലൈറ്റ്, അതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു സീൻ കമ്പോസ് ചെയ്തത് കാണിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഓരോ ലെയറായിട്ടാണ് റെൻഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രീക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ലൈറ്റാണ്. അതിനുശേഷം പുറമേയുള്ള ഫോർഗ്രൗണ്ട് ലൈറ്റ്, ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. ഇതാണ് ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട്. ഓരോ ലെയേഴ്സും ക്രിയേറ്റ് ചെയ്ത് അതിന് ഡെപ്ത് വേണ്ടത് ആവശ്യമുള്ള ഈ സൈഡിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെപ്ത് കാണാം. ദൂരെയുള്ള കുറച്ച് ഡെപ്ത് കൊടുക്കാം. അത് കമ്പോസ്റ്റിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓരോ ലെയർ ബൈ ലെയർ ചെയ്തിട്ടുള്ള കാര്യം. ഇതെല്ലാം ഫോർഗ്രൗണ്ടിലുള്ളത്. ഇതിൽ ചെറിയ ചെറിയ എഫക്ട്സേ ഉള്ളൂ. കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ വലിയൊരു ഫിലിമിൻ്റെ എഫക്ട്സ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ പറക്കുമ്പോഴുള്ള ചെറിയ എഫക്ട്സ് ആണേ ഉള്ളൂ, പക്ഷേ അത് നല്ല എഫക്റ്റ് കിട്ടും. എന്താ പറഞ്ഞാൽ ഓക്കെ നല്ല ഫാസ്റ്റാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അത്. അതിനുശേഷം അത്രയും ഫാസ്റ്റാണെന്നുള്ള കൂടുതൽ മീൻസ് ഒരു ചെറിയൊരു പുക പടലം മറയുന്നത് മാതിരിയും ഒരു ജസ്റ്റ് ഒരു എഫക്റ്റാണ്. പക്ഷേ അത് കൂടുതൽ എഫക്റ്റ് നമുക്ക് സീനിൽ ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഉള്ള ചെറിയ ചെറിയ എഫക്ട്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിൽ.